ഈ ജെൻ ആൽഫയുടെ പ്രത്യേകത, അവർ ട്രൂ ഡിജിറ്റൽ നേറ്റീവ്സ് ആണ്. അവരവിടെ ജനിച്ചു വളർന്നവരാണ്, അവർക്ക് വേറെ ഒന്നും അറിയത്തില്ല. ഞാനിവിടെ വന്നപ്പോൾ, ഇവിടെ 2004 ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു മൊബൈൽ ഫോൺ ഇല്ല, ഇന്റർനെറ്റ് ഇല്ല. അന്ന് ഞാൻ നമ്മുടെ BSNL ഓഫീസിൽ സെക്രട്ടറിയെ പറഞ്ഞു നമുക്കൊരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുക്കാം. അന്ന് എറണാകുളത്തേ ഉള്ളൂ, ഇവിടെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അന്നേരം ആ ഓഫീസർ ചോദിച്ചു ഈ സെക്രട്ടറി അച്ഛനോട്, നിങ്ങൾക്ക് എന്തിനാ ബ്രോഡ്ബാൻഡ് എന്ന് ചോദിച്ചു. അച്ഛനത് കേട്ടിട്ട് ഇങ്ങോട്ട് പോകുന്നു, എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. അയാൾ തന്നില്ല. അയാൾ പറഞ്ഞു നിങ്ങൾക്ക് എന്തിനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അച്ഛൻ ഒരു പണി ചെയ്യും, ഒന്നോടെ ചെന്ന് ചോദിക്ക്, നിങ്ങൾ എന്തിനാ ഇത് കൊടുക്കാൻ തീരുമാനിച്ചതെന്ന്. നിങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ച ഏത് കാര്യത്തിനാണോ അതിനാന്ന് പറഞ്ഞാൽ മതി, വേറെ ഒരു ഉത്തരം പറയേണ്ടത്. അച്ഛൻ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇത് കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അയ്യോ എനിക്ക് ഞാൻ പാടുന്നു, അന്ന് അറിയത്തില്ലെങ്കിൽ അധികം തന്നേച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ഈ വയനാട്ടിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുത്ത് ബിഷപ്പ് ഹൗസിലായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? പറയാൻ പറ്റുന്നത് ഏതാണ്ട് ഇവരുടെയൊക്കെ ചിന്താഗതിയിൽ ജീവിക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. അല്ലെ നമ്മൾ പുറന്തള്ളപ്പെട്ടു പോകും. ഡിജിറ്റൽ നേറ്റീവ്സ് ആണ്. അപ്പോൾ അവര് എവിടെയാണ് ജനിച്ചു വീണത്? തന്നെ വേൾഡ് ഓഫ് സ്മാർട്ട് ഫോൺസ്, യൂട്യൂബ്, AI വോയിസസ്, വിഷ്വൽ തിങ്കേഴ്സ്, അതുപോലെ എല്ലാം ഈ പറയുന്ന ഇന്ററാക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് നടക്കുന്നവരാണ് അവർ. ഇന്ററാക്ടിവിറ്റി ആൻഡ് ഇൻസ്റ്റന്റ് ഫീഡ്ബാക്ക്. അവർക്ക് ഒരു 3 മിനിറ്റ് കൂടുതലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കില്ല ഒരിക്കലും. കാരണം അവരിങ്ങനെ റീൽസ് ഇങ്ങനെ കാണിച്ച് പഠിച്ചവരാണ്. മാത്രമല്ല ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇപ്പം അമ്മമാര്, നിങ്ങൾ തന്നെ അമ്മമാരുണ്ടാകും, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? മൊബൈൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ TV ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ കുട്ടിയെ സംബന്ധിച്ച് കാണുന്നതെല്ലാം റിയലാണ്, അത് യാഥാർത്ഥ്യമാണ്. അപ്പൊ നമ്മുടെ കാർട്ടൂണിലൊക്കെ ഉള്ള ആളുകളുടെ മൂക്കൊക്കെ നോക്കുക, ഒരുത്തം പിടിച്ച് ഒരു വലി ഇങ്ങനെ നീണ്ടങ്ങ് പോവുകയാണ്. ഇതുകൊണ്ടാണ് ഈ കുട്ടികൾ മൂക്കയിലൊക്കെ പിടിച്ച് വലിക്കുന്നത്. കാരണം അവരുടെ ബ്രെയിൻ അങ്ങനെ അനുഭവപ്പെടുക, അവരുടെ ബ്രെയിൻ അങ്ങനെ. അതുകൊണ്ട് ടീച്ചറിന്റെ മൂക്കെ പിടിച്ച് വലിച്ചാൽ ഒരു കുഴപ്പമില്ലെന്ന് അവർ കരുതുന്നത്. അവർ നിങ്ങളെ ഉപദ്രവിക്കാനൊന്നുമല്ല. അതുപോലെ തന്നെ അവരെടുത്ത് ചാടും വേണമെങ്കിൽ. എന്തുകൊണ്ടാണ് എടുത്ത് ചാടുന്നത്? ഈ ബ്ലൂ വെയിൽസിലൂടെ ഒക്കെ പോയി ചാകാൻ പോകുന്നത്. കാരണം അവരെ സംബന്ധിച്ചത് റിയലാണ്. അതുകൊണ്ടാണ് അവരുടെ ബ്രെയിൻ അങ്ങനെ അനുഭവപ്പെട്ടിരിക്കുന്നത്. ഈ TV യിൽ കാണുന്ന യാഥാർത്ഥ്യമല്ലാത്ത കാർട്ടൂണുകളും അതുപോലെയുള്ളതെല്ലാം അവരെ സംബന്ധിച്ച് റിയലാന്ന് നിങ്ങൾ ഓർക്കണം. കുട്ടികളുടെ ബ്രെയിൻ ഒരു താബുള റാസ എന്ന് പറയും. ലത്തീൻ ഭാഷയിൽ താബുള റാസിന്റെ ഇതുപോലെ വെളുത്തിരിക്കും, അവിടെ ഒന്നുമില്ല. ആദ്യമായിട്ട് അവരുടെ തലയിലേക്ക് എന്ത് കൊടുത്തോ, അവരുടെ ബ്രെയിനിലേക്ക്, അതായിരിക്കും അവരുടെ പ്രവർത്തന മാനദണ്ഡം. പിന്നീട് പ്രവർത്തിക്കുന്ന അതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് ഇവർക്ക് തൊഴിക്കാനും ഇടിക്കാനൊന്നും പ്രയാസമില്ലാത്തത്. കാരണം ഈ വീഡിയോ ഗെയിംസിൽ മുഴുവൻ അതാണ്. ഞാനൊരിക്കൽ എറണാകുളത്തോടെ വണ്ടി ഓടിച്ച് പോകുമ്പോഴൊരു ഇടവഴിന്ന് ഒരുത്തൻ, ഒരു 18-20 വയസ്സുണ്ട്, അവനിങ്ങനെ പോണം പോലെ എൻ്റെ വണ്ടിക്ക് ഇടിക്കാൻ. അപ്പൊ ഞാൻ പെട്ടെന്ന് നിർത്തി, അവനും നിർത്തി. അപ്പൊ ഞാൻ ചോദിച്ചു, എടാ മോനെ, നീ ഇന്ന് വണ്ടി നോക്കണ്ടേ? ഇതല്ലേ എൻ്റെ അല്ലേ മെയിൻ റോഡ്, നിന്റെ സൈഡ് റോഡല്ലേ? അപ്പൊ അവൻ പറയാണ്, ഞാനൊരു വീഡിയോ ഗെയിം ഓർത്തോണ്ടാ പറഞ്ഞു. അതെ, ഇവൻ വീഡിയോ ഗെയിമിൽ ഇങ്ങനെ ഈ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നത് കണ്ടിട്ടാ ഓടിച്ചുകൊണ്ട് വന്നത്. അപ്പൊ അതല്ലല്ലോ റിയാലിറ്റി. നിങ്ങൾ കേട്ടല്ലേ കൊച്ചു കുട്ടികൾ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് ഇങ്ങനെ കാണിച്ചുകൊണ്ടൊക്കെ പോകുന്ന വഴിയുടെ, ക്രിക്കറ്റ് കളിക്കുന്നവർ ഇങ്ങനെ കാണിക്കുന്നതാണല്ലോ. കാരണം അവരുടെ ബ്രെയിൻ അങ്ങനെ രൂപപ്പെടുന്നതുകൊണ്ടാണ്, ചെറുപ്പം മുതലേ കാണുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ഓർക്കണം ഇവരുടെ മനസ്സ് ഇങ്ങനെയാണ് രൂപപ്പെടുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് ഒരിക്കലും, ചെറിയ കുട്ടികൾക്ക് ഒരിക്കലും ഈ മൊബൈലൊന്നും കൊടുത്തുകൊണ്ട് ഭക്ഷണമൊന്നും കൊടുക്കരുത്. കൊടുത്താൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. കാർട്ടൂണൊക്കെ കണ്ടിട്ട് അവർ വിചാരിക്കും നമ്മുടെ കണ്ണിങ്ങനെ ഇരിക്കും, അവരങ്ങനെ ചിന്തിക്കുന്നു. അപ്പോൾ 8 മുതൽ 12 വരെയുള്ളവരുടെ ആവറേജ് അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് വളരെ 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 ചുരുക്കമാണ്. വളരെ ചെറിയൊരു സ്പാനേ ഉള്ളൂ. ചിലപ്പോൾ ഒരു 3 മിനിറ്റൊക്കെ ആയിരിക്കും. അതുപോലെ ഇവർക്ക് ഒരു 2 മണിക്കൂർ കൂടുന്ന ഒരിക്കലും സ്ക്രീൻ ടൈം ഉണ്ടാകാൻ പാടില്ല. ആവറേജ് റിക്രിയേഷണൽ യൂസ് ഫോർ ചിൽഡ്രൻ അണ്ടർ 12 മാക്സിമം ആണത്. അതുകൊണ്ട് ഒരിക്കലും അവർ കൊടുക്കാൻ പാടില്ല. കാരണം അവരുടെ ബ്രെയിൻസ് വളരെ തെറ്റായ രീതിയിൽ ഡീഫോംഡ് ആയിട്ട് വരും. പിന്നെ നമുക്കതിനെ തിരുത്താൻ പറ്റിയല്ല.